ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്ന് വിശദമായിട്ട് കേൾക്കാം. സർവസമർത്ഥനും മോക്ഷപ്രദായകനുമായ സർവേശ്വര, സത്വരജസ് തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലുള്ള ആസക്തി മൂലം നീചയോനികളിൽ ജനിച്ച ജീവികൾക്കു പോലും സുലഭമായി സിദ്ധിക്കുന്ന നിസ്സാര കാര്യങ്ങളാണ് വിഷയ സുഖഭോഗലബ്ധിക്ക് ഉപകരിക്കുന്ന വസ്തുക്കൾ. പൃഥു മഹാരാജാവ് പരംപുരുഷനെ സംബോധന ചെയ്യുന്നതാണ് സർവസമർത്ഥനും മോക്ഷപ്രദായകനുമായ സർവേശ്വര. എല്ലാത്തിനെയും ഭരിക്കുന്നയാൾ ഭഗവാനാണ്. എല്ലാത്തിൻ്റെയും ചാലകശക്തി ഭഗവാനാണ്. സർവസമർത്ഥൻ, ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും ശക്തിയുള്ള ആള്. പലതുമായി തീരാൻ, ഏകനായിരുന്നു കൊണ്ട് അനേകമായി തീരുവാൻ കഴിവുള്ള ആള്. മോക്ഷപ്രദായകൻ, സങ്കോചിച്ച് പലതായതിനെ വികസിച്ച് പരമമായതാക്കി മാറ്റാൻ കെൽപ്പുള്ള ആള്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, സത്വരജസ് തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലുള്ള ആസക്തി മൂലം നീചയോനികളിൽ ജനിച്ച ജീവികൾക്കു പോലും സുലഭമായി സിദ്ധിക്കുന്ന നിസ്സാര കാര്യങ്ങളാണ് വിഷയ സുഖഭോഗ ലബ്ധിക്ക് ഉപകരിക്കുന്ന വസ്തുക്കൾ. ഒരു സാമാന്യ സത്യത്തെ ഇവിടെ പൃഥു മഹാരാജാവ് തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്തുകയാണ്. ആ സത്യത്തെ നമുക്കും ഒന്ന് മാറി നിന്ന് നമ്മുടേതടക്കമുള്ളവരുടെ ജീവിതങ്ങളെ വിശകലനം ചെയ്താൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. നമുക്കൊന്ന് മാറി നിന്ന് നമ്മുടേതടക്കമുള്ള നമുക്ക് പരിചിതരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാം. എല്ലാവരും എന്തിനോ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ആർക്കും സമയമില്ല, അല്ലെങ്കിൽ ആർക്കും സമയമില്ല എന്നുള്ളൊരു തോന്നലാണ് ഉള്ളത്. എല്ലാവരും എന്തിനോ വേണ്ടി പരക്കം പായുകയാണ്. എന്താണെന്നറിയില്ല. നമ്മൾ അങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെയെങ്കിലും ഒന്ന് നിർത്തി എന്തിനാണ് ഇങ്ങനെ പരക്കം പായുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഒരു കാര്യം പറയും. കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ അവരെ കണ്ടുമുട്ടിയിട്ട് അന്ന് നിങ്ങൾ പരക്കം പാഞ്ഞ കാര്യം സാധിച്ചോ എന്ന് ചോദിച്ചാൽ സാധിച്ചെന്നോ ഇല്ലെന്നോ പറഞ്ഞ് ഇപ്പം അതിനല്ല, ഇപ്പം വേറൊന്നിനു വേണ്ടിയിട്ടാണ് പരക്കം പായുന്നത് എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും, നമ്മളടക്കമുള്ള എല്ലാവരും ക്ഷണികങ്ങളായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയാണ് സദാ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കാതെ പോയാൽ ഉണ്ടാകുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഈ ക്ഷണികമായതിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ പരിചിതരായിട്ടുള്ളവർ പോകുന്നത്, അപരിചിതരായിട്ടുള്ളവർ പോകുന്നത്, ഇഷ്ടമുള്ളവർ പോകുന്നത്, ഇഷ്ടമില്ലാത്തവർ പോകുന്നത്. എല്ലാവരും ഈ ക്ഷണികങ്ങളായതിൻ്റെ പുറകെയാണ് പോകുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഒരു പക്ഷെ വ്യത്യസ്തമായിരിക്കാം. പുറമേ നിന്ന് നോക്കിയാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഓടുന്നത് എന്ന് നമുക്ക് തോന്നാമെങ്കിലും വളരെ സൂക്ഷ്മമായിട്ടൊന്ന് ചിന്തിച്ചാൽ എല്ലാവരും ഒരേ കാര്യത്തിൻ്റെ പുറകിലാണ് ഓടുന്നത്. അതെന്താ? ക്ഷണികമായ സുഖത്തിൻ്റെ പുറകിലാണ്. കാരണം ഇത്രയൊക്കെ നെട്ടോട്ടം ഓടിയിട്ടും ആരുടെയും മുഖത്ത് ഒരു സംതൃപ്തിയില്ല. ആരും, നമ്മളടക്കമുള്ള ആർക്കും സുഖം തരുന്നതൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവർക്കും സുഖം തരുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ സുഖം ക്ഷണികമായിരുന്നു. ക്ഷണികമായിട്ടുള്ള വികാരങ്ങളുടെ പുറകെയാണ് നമ്മൾ സദാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ജീവജാലങ്ങളെയും ശ്രദ്ധിച്ചു നോക്കൂ. അവയും ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളുടെ പുറകെയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷണികങ്ങളായിട്ടുള്ള സുഖം തരുന്ന വസ്തുക്കൾ വാസ്തവത്തിൽ
മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സുലഭമായി ലഭിക്കുന്നതാണ്. മനുഷ്യർക്ക് മാത്രമല്ല ആ സുഖം ലഭിക്കുന്നത്, അത് എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കുന്നതാണ്. പട്ടിക്കും പൂച്ചയ്ക്കും പഴുതാരയ്ക്കും പറവകൾക്കും ഒക്കെ ലഭിക്കുന്നതാണ്. അതായത് അവർക്കൊക്കെ ലഭിക്കുന്ന അതേ സുഖം മാത്രമേ നമുക്കും ലഭിക്കുന്നുള്ളൂ. ആ അർത്ഥത്തിൽ മനുഷ്യർ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഇപ്പോൾ വിഭിന്നരല്ല. എല്ലാ ജീവജാലങ്ങളും മനുഷ്യരടക്കമുള്ളത് ക്ഷണികങ്ങളായതിൻ്റെ പുറകെയാണ്. ക്ഷണികമായ സുഖങ്ങളെ തരുന്ന വസ്തുവാകട്ടെ സുലഭമാണ് താനും. ഈ ക്ഷണികമായതിൻ്റെ പുറകെ ജീവജാലങ്ങൾ ഇങ്ങനെ ആസക്തരായി പോകുവാനുള്ള കാരണം എന്താ? സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ. സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പെടാപ്പാടുപെടും. ആ ലക്ഷ്യപൂർത്തീകരണത്തിലൂടെ ലഭിക്കുന്ന സുഖം താത്കാലികമായിരിക്കും. നമുക്ക് മാത്രമല്ല, സർവ്വ ജീവജാലങ്ങൾക്കും. അങ്ങനെ നമ്മൾ നോക്കിയാൽ ക്ഷണികമായിട്ടുള്ള സുഖങ്ങളെ തരുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും സുലഭമാണ്. ക്ഷണികമായ സുഖങ്ങളുടെ പുറകെ പോകാനുള്ള കാരണം സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ്. അതാണ് ഇവിടെ പറയുന്നത്. സത്വരജസ് തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലുള്ള ആസക്തി മൂലം നീചയോനികളിൽ ജനിച്ച ജീവികൾക്ക് പോലും, നീചയോനികളിൽ ജനിച്ച ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസാരങ്ങളായിട്ട് കരുതുന്ന ജീവികൾക്ക് പോലും, അതാണ് ഇവിടെ നീചയോനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിസാരമായിട്ട് എന്തിനെയാണോ കാണുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ താഴ്ന്നത് തന്നെയാണ്. അപ്പൊ ആ നീചയോനികളിൽ ജനിച്ച ജീവികൾക്ക് പോലും സുലഭമായി സിദ്ധിക്കുന്ന നിസ്സാര കാര്യങ്ങളാണ് വിഷയ സുഖഭോഗ ലബ്ധിക്ക് ഉപകരിക്കുന്ന വസ്തുക്കൾ. ഇതെല്ലാ ജീവജാലങ്ങൾക്കും കിട്ടുന്നതാണ്. ഇതുവരെ സുഖഭോഗ ലബ്ധിക്ക് ഉപകരിക്കുന്നതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പരാതികൾ ഉണ്ടാകും. കിട്ടിയത് പോരാ എന്ന് പറയുന്നവരുണ്ടാകും. കിട്ടിയതിനെ തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ടാകും. പക്ഷെ കിട്ടാത്തവരുണ്ടാവില്ല. അതെല്ലാവർക്കും കിട്ടും. പക്ഷേ അതൊന്നും കൊണ്ടൊരു തൃപ്തിയും ഇല്ല. അപ്പം നമ്മളും ബാക്കിയുള്ള ആൾക്കാരും ബാക്കിയുള്ള ജീവജാലങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥനായ അങ്ങയോട് നിസ്സാരങ്ങളും നശ്വരങ്ങളുമായ ലൗകിക സുഖഭോഗങ്ങളെ വിദ്വാൻമാർ വരിക്കുമോ? പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥനായ അങ്ങയോട്, പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യാൻ, പരമപുരുഷാർത്ഥം എന്താ? മോക്ഷം. എന്തിൽ നിന്നുള്ള മോക്ഷം? പ്രത്യക്ഷത്തില് ദുഃഖത്തിൽ നിന്നുള്ള മോക്ഷം. അതായത് ദുഃഖത്തിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ ലഭിക്കുന്ന സുഖം ശാശ്വതമായിരിക്കും. ശാശ്വതമായ സുഖത്തെ പ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ള അങ്ങയോട് ക്ഷണികങ്ങളായിട്ടുള്ള സുഖമല്ല, ഭഗവാൻ ക്ഷണികമായിട്ടുള്ള സുഖമല്ല തരുന്നത്. ഭഗവാന് ശാശ്വതമായ സുഖം പ്രദാനം ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തെ സർവസമർത്ഥനും മോക്ഷപ്രദായകനുമായ സർവേശ്വര എന്ന് വിളിച്ചത്. അപ്പൊ പരമമായ സൗഖ്യത്തെ പ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ള ഈശ്വരനോട് നിസ്സാരങ്ങളും നശ്വരങ്ങളുമായ ലൗകിക സുഖഭോഗങ്ങളെ വിദ്വാൻമാർ വരിക്കുമോ? ആ ഭഗവാനോട് ആരെങ്കിലും ക്ഷണികമായിട്ടുള്ളത് പ്രാർത്ഥിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ വിദ്വാൻമാർ, അറിവുള്ളവർ എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഭഗവാനോട്, ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത് ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. 98%, 99% ആൾക്കാരും
ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളെ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ലൗകികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനാണ് ഈശ്വരനെ സമീപിക്കുന്നത്. അത് ആധ്യാത്മികതയല്ല. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഭൗതികത മാത്രമാണ്. അതായത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈശ്വരോന്മുഖരാണ് എന്ന് കരുതുന്നത് കൃത്യമായി ചിന്തിക്കാതെയാണ്. ആ പലരുടെയും ഈശ്വരോന്മുഖത ഭൗതിക സുഖവർദ്ധനവിനു വേണ്ടി മാത്രമാണ്. ഭൗതിക സുഖവർദ്ധനവാകട്ടെ ക്ഷണികമാണ്. അപ്പൊ അതൊന്നും ഈശ്വരനോട് ചോദിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല. ഈശ്വരനോട് നമ്മൾ ചോദിക്കാം, പക്ഷെ ഈ തിരിച്ചറിവോടുകൂടി വേണം ചോദിക്കാൻ. ഞാൻ ഈശ്വരനോട് ചോദിക്കുന്നത് ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളെയാണ് എന്ന തിരിച്ചറിവോടുകൂടി ചോദിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ ആവശ്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഭഗവാനോടും ഭഗവതിയോടും ചോദിച്ചിട്ടും ഒരു കുറവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ തിരിച്ചറിവില്ലാതെ ചോദിക്കുന്നത് കൊണ്ടാണ്. നമ്മളൊരു പക്ഷേ അങ്ങനെ ധരിച്ചിട്ടേ ഉണ്ടാവില്ല, നമ്മളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ തിരിച്ചറിവില്ലാതെ പോകുന്നത്. ഇപ്പോൾ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ആഗ്രഹം സഫലീകരിച്ചു തരുവാൻ ഭഗവാനോട് ചോദിക്കണം. ഭഗവാനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. പക്ഷെ ഈ തിരിച്ചറിവോടുകൂടി വേണം ചോദിക്കാൻ. പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ള പരമമായ ബോധത്തോട് ഞാൻ ആവശ്യപ്പെടുന്നത് ക്ഷണികമായ സുഖമാണ് എന്ന ബോധത്തോടു കൂടി വേണം ചോദിക്കാൻ. അപ്പൊ എന്ത് സംഭവിക്കും? ക്രമേണ ക്ഷണികങ്ങളായിട്ടുള്ള വസ്തുക്കളോടുള്ള ആഭിമുഖ്യം, ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളെ തരുന്ന ആഗ്രഹങ്ങളോടുള്ള ആഭിമുഖ്യം നമ്മളിൽ സ്വാഭാവികമായും ഇല്ലാതെയായി വരുന്നത്, കുറഞ്ഞ് ഇല്ലാതെയായി വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ ഈ തിരിച്ചറിവൊന്നും ഇല്ലാതെയാണ് നാം ഭഗവാനെ സമീപിക്കുന്നതെങ്കിൽ അത് ഭൗതികമായ സമീപനമാണ്. അതിൽ ആധ്യാത്മികത ഇല്ല. തണുപ്പ് കാലത്ത് ചൂടുവെള്ളം കിട്ടുവാൻ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നത് പോലെയും ചൂടുകാലത്ത് ചൂടകറ്റാൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് പോലെയും സാധനങ്ങൾ കേടുകൂടാതെ നാളെ ഉപയോഗിക്കാൻ വേണ്ടി റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നത് പോലെയും മാത്രമാണ് ഇന്ന് പലരും ഈശ്വരനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പലർക്കും പ്രലോഭിപ്പിച്ച് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത്. ഈ പൂജ ചെയ്താൽ, ആ പൂജ ചെയ്താൽ, മറ്റേ യാഗത്തിൽ പങ്കെടുത്താൽ, ഇത്ര പണം തന്നാൽ നിങ്ങളുടെ കാര്യം സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വീണു പോകുന്നത് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. കാലാകാലങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചു പൂജിക്കുന്ന ശക്തിമത്തായിട്ടുള്ള ക്ഷേത്രങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഈ താത്കാലികമായ ആരാധനാ സമ്പ്രദായങ്ങളുടെ സമാഹാരം ആയ യാഗത്തെ, യജ്ഞങ്ങളെ ആശ്രയിക്കാൻ നമ്മൾ പ്രേരിതരാകുന്നത് ഈ പ്രലോഭനം കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മുടെ ഇഷ്ടദേവതയോട്, അതാരുമായിക്കൊള്ളട്ടെ, ആ ഇഷ്ടദേവതയോട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു തിരിച്ചറിവോടുകൂടി, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന, സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സുഖം താത്കാലികമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ആഗ്രഹത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ അത് സാധിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാനെ, ഭഗവതിയെ അങ്ങയോടല്ലാതെ വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല.
ആ തിരിച്ചറിവോടുകൂടി ചോദിക്കുക. അപ്പോൾ അത് ആധ്യാത്മികതയാവും. കാഴ്ചപ്പാട് മാറിക്കൊണ്ട് ചോദിച്ചാൽ അത് ആധ്യാത്മികമാവും. കാഴ്ചപ്പാടില്ലാതെ ചോദിച്ചാൽ അത് ഭൗതികവുമാണ്. ഈ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ സാധിക്കുന്നത്. ആ പ്രലോഭനം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സഫലമാകാറില്ല. പക്ഷെ അത് നടത്തുന്നവരുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും സഫലമാവുക പതിവുമുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ പരമ പുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുവാൻ ശക്തനായ പരമബോധ സ്വരൂപനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പം എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം അങ്ങേക്ക് പരമമായ സൗഖ്യത്തെ പ്രദാനം ചെയ്യുവാനുള്ള കെൽപ്പുണ്ട് എന്ന് എനിക്കറിയാം. അല്ലയോ ഭഗവാനെ, ഇപ്പോൾ എന്തുകൊണ്ടോ ആ ശാശ്വതമായ സുഖത്തിനോടുള്ള ആഭിമുഖ്യം എനിക്കുണ്ടാകുന്നില്ല. അതില്ലാത്ത ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്നെ ഗ്രസിച്ചിരിക്കുന്ന ആഗ്രഹത്തിൻ്റെ തീക്ഷണതയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് അങ്ങ് എനിക്ക് സഫലമാക്കി തരണേ. ഈ ഒരു ബോധത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കാലത്തിനുള്ളിൽ നമ്മളിൽ വലുതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ താനേ ഇല്ലാതെയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്രമേണ പരമമായ ആ സൗഖ്യത്തെ എല്ലാത്തിനുമുപരിയായി നാം കാക്ഷിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവോടുകൂടി ഈശ്വരനെ സമീപിക്കുന്നവരാണ് ആധ്യാത്മികർ. അല്ലാത്തതൊക്കെ ഭൗതികതയുടെ മറ്റൊരു പതിപ്പ് മാത്രം ആണ്. പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥനായ അങ്ങയോട് നിസ്സാരങ്ങളും നശ്വരങ്ങളുമായ ലൗകിക സുഖഭോഗങ്ങളെ വിദ്വാൻമാർ വരിക്കുമോ? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഇല്ല. അപ്പൊ അങ്ങനെ വരിക്കുന്നവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ആരായിരിക്കും? വിദ്വാൻമാരായിരിക്കില്ല, അറിവുള്ളവർ ആയിരിക്കുകയില്ല. എന്തിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുകയില്ല? പരമമായ പൊരുളിനെ കുറിച്ചിട്ടുള്ള അറിവ് ഉള്ളവർ ആയിരിക്കുകയില്ല. അങ്ങനെ പരമമായ പൊരുളിനെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ശ്രദ്ധാപൂർവം പാരായണ ശ്രവണം ചെയ്യണം. സ്വാധ്യായത്തിലൂടെയാണ് ഈ തിരിച്ചറിവുണ്ടാവുക. അതിനാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം നിത്യപാരായണത്തിന് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഈ നിത്യപാരായണം കൊണ്ട് സംപ്രീതനാകുന്ന പരമ്പൊരുള് നമുക്ക് വീണ്ടും 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 ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളെ പ്രദാനം ചെയ്യാൻ അല്ലാതെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകാനും ആ തിരിച്ചറിവ് നമ്മളെ സ്വാധീനിച്ച് നമുക്ക് ക്ഷണികമായതിനോടുള്ള ആഭിമുഖ്യം ഇല്ലാതെയായി പരമമായതിനോട് ആഭിമുഖ്യത്തെ ഉണ്ടാക്കുവാനും സഹായിക്കും. അതുകൊണ്ടാണ് ഇത് കേൾക്കണം കേൾക്കണം എന്ന് പറയുന്നത്. വിദ്വാൻമാർ വരിക്കുമോ? ഇല്ല തന്നെ. അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്, ഇല്ല തന്നെ. കാരണം എന്താ? കാരണം എന്താണ്? വിദ്വാൻമാര് ഈ ലൗകിക സുഖഭോഗങ്ങളെ ലഭിക്കണമെന്ന് ഭഗവാനോട്, മോക്ഷപ്രദായകനായ ഭഗവാനോട് പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം എന്താണ്? കാരണം അവയൊന്നും ശാശ്വതങ്ങളല്ല. അവ തരുന്ന അനുഭവം ശാശ്വതമല്ല. സങ്കട സമ്മർദ്ദകങ്ങളാണ് താനും. അവ ശാശ്വതങ്ങളല്ല എന്ന് മാത്രമല്ല, ശാശ്വതമായ സുഖത്തെ പ്രദാനം ചെയ്യുവാൻ ശക്തമല്ല എന്ന് മാത്രമല്ല, അവ സങ്കട സമ്മർദ്ദകങ്ങളാണ് താനും. സങ്കടത്തെ, ദുഃഖത്തെ അധികരിപ്പിക്കുവാൻ സഹായിക്കുന്നതും ആണ്. ഉദാഹരണത്തിന്, മക്കളില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ ആ പൂജയും ഈ പൂജയും ആര് പറയുന്ന പൂജയും ചെയ്ത് എല്ലാ സ്ഥലത്തും ചികിത്സയും എടുത്ത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എങ്ങനെയോ കുഞ്ഞുങ്ങളുണ്ടാവുകയാണ്. കുഞ്ഞുണ്ടായി അത് വളർന്നു വരുമ്പോൾ, കുഞ്ഞുണ്ടാവുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. കുറച്ചു കാലത്തേക്ക് ആ സുഖം നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എന്തെങ്കിലും സ്വഭാവദൂഷ്യങ്ങൾ ഉണ്ടാവുക, വഴിവിട്ട കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വേണ്ടാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുക, പഠിക്കുന്നതിൽ മോശമാവുക,
ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അതുകൊണ്ടാണ് ഇല്ലാത്ത ഉണ്ണിയേക്കാൾ, വല്ലാത്ത ഉണ്ണിയേക്കാൾ നല്ലത് ഇല്ലാത്ത ഉണ്ണിയാണ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ സുഖം ആഗ്രഹിച്ചിട്ടാണ് കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് കുട്ടികളുണ്ടായാൽ സുഖമുണ്ടാകും എന്ന് നമ്മൾ ധരിച്ച് കുട്ടികളുണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രയത്നിച്ച് കുട്ടികളുണ്ടാവുന്നു. ആ കുട്ടികൾ വല്ലാത്ത വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാകും. അതുകൊണ്ട് ശരിക്കും വേണ്ടത് ഈശ്വരൻ എന്താണോ തരുന്നത് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഈശ്വരൻ അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്ക് കിട്ടുന്നതെല്ലാം ഈശ്വരൻ്റെ അറിവോടുകൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖങ്ങളെയും സുഖങ്ങളെയും ഒക്കെ ഞാൻ ആസ്വദിക്കുക. കിട്ടാത്തതിനായിട്ട് കൈനീട്ടാതിരിക്കുക. കിട്ടാത്തതിനായിട്ട് കൈനീട്ടുന്നത് പലപ്പോഴും പല സമ്മർദ്ദങ്ങളുടെയും ഫലമാണ്. അങ്ങനെ നമുക്ക് അർഹതയില്ലാത്ത, അധികാരമില്ലാത്തത് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടിച്ചാൽ അത് താത്കാലിക സുഖമൊക്കെ തരും. പക്ഷെ അത് ക്രമേണ സങ്കടം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടാവുക. ആയതിനാൽ ആ വിധത്തിലുള്ള സുഖഭോഗങ്ങൾ ഒന്നും തന്നെ ഞാൻ അങ്ങയിൽ നിന്ന് വരിക്കുന്നില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ആ വിധത്തിലുള്ള ക്ഷണികങ്ങളായിട്ടുള്ള സുഖഭോഗങ്ങളെ ഒന്നും തന്നെ ഞാൻ അങ്ങയിൽ നിന്ന് വരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അങ്ങയോട് ചോദിക്കുന്നില്ല.